My dear students, ഡോക്ടർ ജെയിംസ് ടൈലർക്കൻ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ യൂട്യൂബ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഇതിൻ്റെ 121ാമത്തെ എപ്പിസോഡിൽ ബ്രയോണിയ എന്ന അധ്യായത്തിൻ്റെ 7ാം ഭാഗമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇതിൽ കുട്ടികളുടെ ചില പ്രശ്നങ്ങൾ, പല്ലുവേദനമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, ചില രോഗാവസ്ഥകളിൽ പല്ലിലും താടിയലിൻ്റെ കീഴ്ത്താടിയുടെ ചലനത്തിലും വരുന്ന ചില ബ്രയോണിയുടെ തനതായ ചില ലക്ഷണങ്ങൾ, അതുകൂടാതെ പൊതുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊഡാലിറ്റി, ഒരു സ്ട്രോങ് മൊഡാലിറ്റി എങ്ങനെ ആ ഔഷധത്തിൻ്റെ ഒരു ജനറൽ സിംറ്റമായി മാറുന്നു എന്നതിനെക്കുറിച്ച്, ഒരു മൊഡാലിറ്റി ജനറലായി മാറുന്നൊരു പ്രക്രിയ അതെങ്ങനെ സംഭവിക്കുന്നു, ആ മൊഡാലിറ്റിയും ജനറലും തമ്മിലുള്ള ആ ഒരു ബന്ധം, അങ്ങനെയുള്ള വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് കെൻഡ് വിശദീകരിക്കുന്നുണ്ട്. നമുക്കത് വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. The aspect of the face is important. The besotted, purpled, bloated countenance is not dropsically bloated, although it has the edematous face sometimes, but puffed from vascular stasis, not pitting upon pressure, swollen and puffed, purple with a doltish state of mind, as if he were drunk. മുഖത്തിൻ്റെ ഭാവം വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ ഒരു നീണ്ടൊരു വാചകത്തിലൂടെ അദ്ദേഹം പറയുന്നുണ്ട്. അതിൻ്റെ ചുരുക്കം ഇതാണ്: പർപ്പിളാണ്, വീർത്ത് കെട്ടിയതാണ്. പക്ഷേ ഈ ഡ്രോപ്സിയുടെ ഭാഗമായിട്ട് വല്ലാതെ നീരുവന്ന് വീർത്ത ഒരു അവസ്ഥയല്ല. എഡിമാറ്റസ് ഫേസ് ആണ്. പക്ഷേ ഈ നമ്മൾ നേരത്തെ ചില ഔഷധങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കുഴി പോലെ നിൽക്കുന്ന ഒരവസ്ഥ, ആ ഒരു അവസ്ഥ പിറ്റിങ് ഇതിലില്ല. പക്ഷേ ഒരു വാസ്കുലർ സ്റ്റാസിസ്, രക്തം കെട്ടിനിന്നത് കൊണ്ടുണ്ടാകുന്ന ഒരവസ്ഥയാണത്. മൊത്തത്തിലുള്ളൊരു നീരുകെട്ടി വീർത്തൊരവസ്ഥയല്ലത്. അതോടൊപ്പം ഒരു മനസ്സിൻ്റെ ഒരു മാന്യം, ഒരു സ്റ്റുപ്പിഡ് കണ്ടീഷൻ, ഈ ഡോൾട്ടിഷ് സ്റ്റേറ്റ്, ഒരു സ്റ്റുപ്പിഡായിട്ടുള്ള സ്റ്റേറ്റ്, അതായത് വല്ലാതെ മദ്യപിച്ച് ലഹരി പിടിച്ച് കിറങ്ങിയിരിക്കുക എന്ന് പറയില്ലേ, മുഖമൊക്കെ വീർത്ത് കെട്ടി ഒരു മന്ദീഭവിച്ചൊരവസ്ഥ, ലഹരി പിടിച്ചൊരവസ്ഥ. അങ്ങനെ ഒരു മനസ്സിൻ്റെ ഒരു മാന്യവും മുഖത്തിൻ്റെ ഒരു വീർത്ത് കെട്ടിയ അവസ്ഥയും, അതാണ് ബ്രയോണിയുടെ ഒരു വളരെ പ്രധാനപ്പെട്ടൊരു മുഖഭാവം. അത് ഫെയർ കോംപ്ലക്ഷൻ ഉള്ളവരിൽ ഒരു പർപ്പിളിഷ് കളർ ഒക്കെ ഉണ്ടാകാം. ഹി വിൽ ലുക്ക് അറ്റ് യു ആൻഡ് വണ്ടർ വാട്ട് യു വർ ഡൂയിങ് ആൻഡ് വാട്ട് യു സെഡ്, എ സ്റ്റുപ്പിഫാക്ഷൻ ഓഫ് ദ ഇൻ്റലക്ട്. ദ ഐസ് ഡു നോട്ട് ലുക്ക് അറ്റ് യു ഇൻ്റലിജൻ്റ്ലി. അപ്പോൾ ഒരു ഡോക്ടർ രോഗിയെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ രോഗി ഇങ്ങനെ ആകെ അന്തം വിട്ട പോലെ നോക്കിക്കൊണ്ടിരിക്കുക. എന്താണ് ഈ ഡോക്ടർ ചെയ്യുന്നത്? ചോദ്യങ്ങൾ എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ ചോദിക്കുന്നത്? അങ്ങനെ ഒരു അന്തം വിട്ടൊരവസ്ഥ എന്നൊക്കെ നമ്മൾ സാധാരണ ഭാഷയിൽ പറയില്ലേ, ആ ഒരു കണ്ടീഷനാണ്. മനസ്സ് മന്ദീഭവിച്ചിരിക്കുകയാണ്. എ സ്റ്റുപ്പിഫാക്ഷൻ ഓഫ് ദി ഇൻ്റലക്ട്, ബൗദ്ധിക മണ്ഡലത്തിൻ്റെ ഒരു മാന്ദ്യം, ബുദ്ധിശക്തി ശരിയായിട്ട് പറയും. ഇൻ്റലക്ച്വൽ സ്ഫിയർ, ഇൻ്റലക്ച്വൽ ഫാക്കൽറ്റി ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. അതാണ് ഒരു അവസ്ഥ. ഒരു ചിന്തകൾ, ബിസോട്ടഡ് ഫേസ് എന്ന് പറഞ്ഞാൽ ചിന്തകൾ കൊണ്ട് എന്തിലോ ഇങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് മറ്റൊന്നും മനസ്സിലാകുന്നില്ല. അത് നമ്മൾ സംസാരിക്കുമ്പോൾ അയാളുടെ ശ്രദ്ധ മറ്റെന്തിലുമാണ്, അതിലിങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അത് ബിസോർഡർ ഫേസ്. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു മുഖഭാവമാണ് ബ്രയോണിയുടെ ടിപ്പിക്കൽ അപ്പിയറൻസ്. When a patient is about to come down with some bryonia complaint, with a remittance or with head congestion or pneumonia or some other respiratory disease, the family will notice when he awake in the morning that he has that besotted expression, and he says he has to make such an effort to think or do anything, and this headaches hard and is worse from motion. അപ്പോൾ വീട്ടുകാരും ശ്രദ്ധിക്കും, അയാൾക്കൊരു റെമിറ്റൻറ്റ് ഫീവർ, ന്യൂമോണിയ, ഇങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയിലുള്ളപ്പോൾ ഈ രോഗി രാവിലെ ഉണർന്നിരിക്കുമ്പോൾ തന്നെ ഈ ബിസോർഡർ ഫേസ്, ആകെ ഒരു ചിന്താഭാരം, എന്തിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. വാസ്തവത്തിൽ പണ്ടൊക്കെ പറയാറുണ്ട്, ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്,
ഈ ജ്വരപ്പനി, ടൈഫോയിഡ് വന്നു കഴിഞ്ഞാൽ ഈ ജ്വരം എന്നുള്ള വാക്ക് തന്നെ വന്നങ്ങനെ ജ്വരപ്പനി, ജ്വരം ഉണ്ടാകുന്നു, അതായത് മനസ്സിനെ ബാധിക്കുന്നു, പിച്ചും പേയും പറയും, മനോവിഭ്രാന്തി ഉണ്ടാകും. പലർക്കും ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഡ്രൈവറോട് മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഡ്രൈവറോട് പറയും സ്വർഗത്തിലേക്ക് വണ്ടി വിടുക, അങ്ങനെയൊക്കെ പറയുന്നു. സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ഇത്. അതുപോലെ ബ്രയോണിയുടെ കണ്ടീഷനിൽ ഇങ്ങനെ ചിന്താഭാരത്തോടെ ഇരിക്കുന്നു, അങ്ങനത്തെ ഒരു അവസ്ഥ. അയാളുടെ ഇൻ്റലക്ച്വൽ സ്ഫിയർ മന്ദീഭവിച്ചു പോയി. എനിക്ക് ചെറുപ്പത്തിൽ ടൈഫോയിഡ് വന്നിട്ടുണ്ട്. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 9 വയസ്സുള്ളപ്പോൾ ടൈഫോയിഡ് എനിക്ക് വന്നിട്ടുണ്ട്. 1 മാസത്തോളം ആശുപത്രിയിൽ കിടന്നു. അപ്പോൾ ആ സമയത്ത് എന്നിലുണ്ടായ ചില മാനസിക മാറ്റങ്ങൾ ഞാൻ പിന്നീട് ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ എന്നിലുണ്ടായ ലക്ഷണം എന്ന് വെച്ചാൽ ഐ ബിക്കെയിം ഫാൻസീഡ്. ഓരോ കാര്യങ്ങളിങ്ങനെ ആശുപത്രി കിടക്കുകയാണല്ലോ, ഓരോന്നിങ്ങനെ സങ്കല്പിക്കുക, ഫാൻസീസിൻ്റെ ഒരു സാങ്കല്പിക ലോകത്തിൽ ഇങ്ങനെ അഭിരമിക്കുന്നൊരവസ്ഥ അതെനിക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ എൻ്റെ പല സുഹൃത്തുക്കൾ ആ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് എനിക്ക് പരിചയക്കാർ പലർക്കും ഈ ടൈഫോയിഡ് വരുമ്പോൾ ഞാനത് കൂടുതൽ ആശുപത്രിയിൽ പോയവരെ നിരീക്ഷിച്ചിട്ടുണ്ട്. ഇതേപോലെ ഡിസോർഡർ ഫേസ് കണ്ടിട്ടുണ്ട്. നേരത്തെ വിഭ്രാന്തി വന്നിട്ട് സ്വർഗത്തിലേക്ക് വിട് അങ്ങനെയൊക്കെ പറയുന്ന കേസുകൾ. അങ്ങനെ ടൈഫോയിഡിൻ്റെ പല കേസുകളും ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൊക്കെ ഈ ജ്വരപ്പനി എന്നുള്ള ആ പ്രയോഗത്തിന് സാധൂകരിക്കുന്ന മാനസികാവസ്ഥകളുണ്ട്. ബ്രയോണിൻ്റെ കാര്യത്തിൽ ഇതാണൊരവസ്ഥ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചിന്താഭാരം പിടിച്ചിങ്ങനെ ഇരിക്കുന്നു, മുഖം വീർത്ത് കിട്ടിയിരിക്കുന്നു, ആ ഒരു ബൗദ്ധിക മണ്ഡലം മന്ദീഭവിച്ചു പോയിരിക്കുന്നു. പിന്നെ ബ്രയോണിയുടെ ചലനം കൊണ്ടുള്ള അഗ്രവേഷൻ, ചലനം പറ്റില്ല. അപ്പോൾ ഈ രോഗി പറയുന്നത് ഹി ഹാസ് ടു മേക്ക് സച്ച് ആൻ എഫർട്ട് ടു തിങ്ക് ഓർ ഡു സംതിങ്. എന്തെങ്കിലും ചിന്തിക്കുകയോ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി വല്ലാത്തൊരു പ്രയത്നം വേണം. മറ്റെന്തിലോ ചിന്ത ഇങ്ങനെ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്, ഡിസോർഡർ ഫേസ്. മറ്റെന്തോ കാര്യത്തിൽ ഇങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതൊക്കെ ആവശ്യമുള്ള കാര്യം. ഇപ്പോൾ മരുന്ന് കഴിക്കുക, ഇപ്പോൾ എന്തെങ്കിലും ഭക്ഷണം വേണോ എന്ന് ചിന്തിക്കാൻ തന്നെയൊക്കെ പ്രയാസമാണ്. വളരെ ഡിസോർഡർ കണ്ടീഷൻ എന്ന് പറയുന്നത്. എന്തെങ്കിലും മറുപടി പറഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കുക, ഒരു എഫർട്ട്, ഒരു വളരെ ഈസി ആയിട്ട് മറുപടി പറയാൻ പറ്റില്ല, ഒരു എഫർട്ട് വേണ്ടി വരും. അതാണൊരു ബ്രയോണിയുടെ അത്രയൊരു മന്ദീഭവിച്ചൊരവസ്ഥ. സ്റ്റുപ്പിഡ് സ്റ്റേറ്റ്, ഡോൾട്ടിഷ് ഫേസ്, ഡിസോർഡർ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ പല പല എക്സ്പ്രഷൻസാണ്. ഓർ ദ ഫേസ് ഇസ് റെഡ് ആൻഡ് ബേണിങ്. ഇത് റെഡിഷ് ഫേസ്, ബേണിങ് കണ്ടീഷൻ ഉണ്ടാകാം. നമ്മൾ ബെൽഡോണയിലൊക്കെ കാണുന്ന പോലത്തെ അവസ്ഥ വരാം. റെഡ് സ്പോട്ട്സ് ഓൺ ദ ഫേസ് ആൻഡ് നെക്ക്. മുഖത്തും കഴുത്തിലുമൊക്കെ ചുവന്ന പുള്ളിക്കുത്തുകൾ പോലെ. ഹോട്ട് ബ്ലോട്ടഡ് റെഡ് ഫേസ്. മുഖവും ഇതേപോലെ ചൂടായിട്ട് ബ്ലോട്ടഡ്. ഇൻ ചിൽഡ്രൻ as well as adults, there is gradually increasing cerebral trouble, dilated pupils, disordered countenance, and continual lateral motion of the lower jaw. കുട്ടികളിലും മുതിർന്നവരിലും കാണുന്ന ഒരു അവസ്ഥ. സെറിബ്രൽ ട്രബിൾസ്, പനിയായാലും എന്തായാലും ഈ ഒരു സെറിബ്രൽ അഫക്ഷൻ വന്നു കഴിഞ്ഞാൽ ബ്രയോണിൽ വരുന്ന എങ്ങനെയാണ് ഈ ഒരു ഡിസോർഡർഡ് കോഡൻസ്, ചിന്താഭാരമുള്ള എന്തിലോ ചിന്തിച്ചിരിക്കുന്ന പോലത്തെ ഒരു മുഖം. അതിനോടൊപ്പം ഈ കീഴ്ത്താടി എല്ലിൻ്റെ ലാറ്ററൽ മോഷൻ, താടി ഇങ്ങനെ മൂവ് ചെയ്യുന്നു. പക്ഷെ അത് പല്ല് കടിക്കലല്ല, പല്ലുകൾ തമ്മിൽ കൂട്ടിമുട്ടണമെന്നില്ല. പല്ല് കടിക്കാതെ ഇങ്ങനെ ഡ്രോപ്പിംഗ് ലോവർ ജോ ആണെങ്കിലും അതിങ്ങനെ ലാറ്ററൽ മൂവ്മെൻ്റ് അതിനുണ്ട്. ബ്രയോണിയുടെ ഒരു ശ്രദ്ധേയമായൊരു ലക്ഷണമാണ്. ദിസ് മോഷൻ ഓഫ് ദ ജോ ഇൻ എ കൺജസ്റ്റീവ് അറ്റാക്ക് ഈസ് എ സ്ട്രോങ് ഫീച്ചർ ഓഫ് ബ്രയോണിയ. ഒരു കൺജസ്റ്റീവ് അറ്റാക്കിൽ ഈ ഒരു ലാറ്ററൽ മോഷൻ, കീഴ്ത്താടിയുടെ ലാറ്ററൽ മോഷൻ ബ്രയോണിയുടെ വളരെ ശക്തമായൊരു സൂചനയാണ്. ഇറ്റ് ഈസ് നോട്ട് ദ ഗ്രൈൻഡിങ് ഓഫ് ദ ടീത്ത് സോ മച്ച് ദാറ്റ് ഐ റെഫർ ടു നൗ, ഓൾദോ ദാറ്റ് ഈസ് ഫൗണ്ട് ഇൻ ബ്രയോണിയ, ബട്ട് എ ലാറ്ററൽ മൂവ്മെന്റ് ഓഫ് ദ ജോ ആസ് ഇഫ് chewing, but the teeth do not come in contact and they keep it up night and day. അപ്പോൾ പല്ല് കടിക്കുക എന്ന് പറയുന്നത് ബ്രയോണിയിലുണ്ട്, ഒരുപാട് ഔഷധങ്ങളുണ്ട്. പക്ഷെ ഇവിടെ പല്ല് കടിക്കലല്ല, ഗ്രൈൻഡിങ് ഓഫ് ടീത്ത് അല്ല, പല്ലുകൾ തമ്മിൽ ചേരുന്നില്ല, അത് ചവക്കുന്നതല്ല, ആസിഫ് ചുവിങ്, ചവക്കുന്നത് പോലെ തോന്നാം, പക്ഷെ ചവക്കലല്ല, പല്ല് കടിക്കലും അല്ല. അത് രാവും പകലും ഉണ്ടാകാം, ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാകാം. എ ഗ്രേറ്റ് മെനി റെമഡീസ് ഓഫ് ഗ്രൈൻഡിങ് ഓഫ് ടീത്ത്. പല്ല് കടിക്കൽ ഒരുപാട് ഔഷധങ്ങളിൽ പല്ല് കടിയുണ്ട്. When intermittent fever comes on with marked congestion, stupefaction of the intellect, violent rigors, even to a congestive chill, the patient lying in stupefaction or a semi-conscious
semi-conscious state without grinding the teeth, yet weighing the jaw back and forth by the hour, Bryony is often suitable. അപ്പോൾ ഒരു കഞ്ചസ്റ്റീവ് ചില്ലിൽ, ഒരു സ്റ്റുപ്പിഫാക്ഷനിൽ, ഒരു കഞ്ചഷൻ്റെതായിട്ടുള്ളൊരു മാർക്ക്ഡ് കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ, ഇൻ്റർമിറ്റൻറ്റ് ഫീവർ ആ ഒരു അവസ്ഥയിൽ ഒരു കഞ്ചഷനോടുകൂടി വരുമ്പോൾ ഒരു സ്റ്റുപ്പിഡ് ആയിട്ടുള്ള സ്ഥിതിയിൽ, ഒരു മാന്ദ്യം ബാധിച്ച രീതിയിൽ അല്ലെങ്കിൽ അർദ്ധബോധാവസ്ഥയിൽ രോഗി ഇങ്ങനെ കിടക്കുകയാണ്. പല്ല് കടിക്കുന്നില്ല, പക്ഷേ താടിയെല്ലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ പലപ്പോഴും, എല്ലായ്പ്പോഴും എന്ന് പറയുന്നില്ല, പലപ്പോഴും ബ്രയോണിയ ജനറൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ബ്രയോണിയ സ്യൂട്ടബിളാണ്. Constant motion of the mouth as if the patient were chewing. In brain affections of children, it occurs in little ones when there are not teeth, but they keep up a chewing motion. ചെറിയ കുട്ടികളുടെ കാര്യം പറയുന്നത്, പല്ല് മുളക്കാത്ത പ്രായത്തിൽ ചലക്കാൻ പറ്റില്ല, പക്ഷേ ഈ താടിയിലിട്ട് ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ ഒരു അവസ്ഥ അത് ബ്രയോണിയുടെ ഇൻഡിക്കേഷനാണ്. In regard to lips and lower part of the face, that bloated swollen conditions, the sluggish circulation, a venous congestion or stasis will be found in bryonia, making the aspect as of one long intoxicated. It is not so marked as in bacteria and is not accompanied by so low a state, so advanced a stupor as in bacteria. ഇവിടെ കമ്പാരിസൺ കൊണ്ടുവരികയുണ്ട്. അപ്പോൾ ലിപ്സിൻ്റെയും ചുണ്ടുകളുടെയും മുഖത്തിൻ്റെ കീഴ്ഭാഗത്തിൻ്റെയും സ്ഥിതി നോക്കുമ്പോൾ ആ ഒരു വീർത്തുകെട്ടിയ അവസ്ഥ, വിങ്ങിയൊരവസ്ഥ, ഒരു രക്തചംക്രമണം മന്ദീഭവിച്ചിട്ട് രക്തം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന പോലത്തെ ഒരവസ്ഥ, ഈ അവസ്ഥകൾ എല്ലാം ബ്രയോണിയിലുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ഒരു കുറേ നേരമായിട്ട് ഇയാൾ ഇങ്ങനെ ലഹരി പിടിച്ചിരിക്കുന്ന, മത്ത് പിടിച്ചിരിക്കുന്ന പോലെ, ലോങ് ഇൻടോക്സിക്കേഷൻ, ഒരു അപ്പോണ്ടായ ഇൻടോക്സിക്കേഷൻ അല്ല, കുറേ നേരമായിട്ട് ഇയാളിങ്ങനെ ലഹരി ബാധിച്ച് മത്ത് പിടിച്ച് ഇരിക്കുന്ന പോലെ ഒരവസ്ഥ. പക്ഷേ ഇത് ബാപ്റ്റീഷ്യയിലുള്ളത്തോളം ബ്രയോണിയിലില്ല. ഒരു കമ്പാരിസൺ കൊണ്ടുവരിക, ഈ ഒരു അവസ്ഥയൊക്കെ ബാപ്റ്റീഷ്യയിലുണ്ട്. ബാപ്റ്റീഷ്യയിൽ വളരെ ശക്തമായിട്ടാണ്, പക്ഷേ ബ്രയോണിയിൽ അത്ര വെൽ മാർക്ക്ഡ് അല്ല. ആൻഡ് ഈസ് നോട്ട് അക്കമ്പനീഡ് ബൈ സോ ലോ എ സ്റ്റേറ്റ്. ഈ ബാപ്റ്റീഷ്യയിലെ പോലെ ആ ഒരു അവസ്ഥ അത്രക്കും മന്ദീഭവിച്ചതല്ല. ഈ നേരത്തെ പറഞ്ഞ ആ ഒരു മന്ദീഭാവവും മാന്ദ്യഭാവവും ഒക്കെ ഒരു സൂപ്പർലേറ്റീവ് കണ്ടീഷനിലാണെങ്കിൽ ബാപ്റ്റീഷ്യയെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും. അതിനേക്കാൾ ഒത്തിരി താഴ്ന്നൊരവസ്ഥയിലാണെങ്കിലാണ് ബ്രയോണിയ വരുന്നത്. ഗ്രേറ്റ് ഡ്രൈനെസ് ഓഫ് ദ ലിപ്സ് പാർച്ച്ഡ് ആൻഡ് ഡ്രൈ. ചുണ്ടുകൾ ഇങ്ങനെ വല്ലാതെ വരണ്ട് ഉണങ്ങി ചുളുങ്ങിയിരിക്കുന്ന, പാർച്ച്ഡ്, വരണ്ടിരിക്കുന്നൊരവസ്ഥ. ചിൽഡ്രൻ പിക്കപ്സ് ലിപ്സ്, കോട്ട് ചെയ്തിരിക്കുകയാണ്, ചുണ്ടിലിങ്ങനെ കുട്ടികളിങ്ങനെ നുള്ളി വലിക്കും, അതിലെ തൊലിയൊക്കെ ഇങ്ങനെ പൊളിച്ച് കളയാൻ നോക്കും. ലിപ്സ് ക്രാക്ക്ഡ് ആൻഡ് ബ്ലീഡിങ്. ചുണ്ട് ഇതേപോലെ വരണ്ടുണങ്ങിയിട്ട് ഇങ്ങനെ വിണ്ട് കയറും, ബ്ലീഡിങ് വരും. എനിക്ക് ടൈഫോയിഡ് വന്നപ്പോൾ ഈ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ചുണ്ട് വിണ്ട് കയറിയിട്ട് ചെറുതായിട്ട് ബ്ലീഡിങ് കൊണ്ടിരുന്നൊരവസ്ഥ. ലിപ്സ് പാർച്ച്ഡ്, ഡ്രൈ ആൻഡ് ബ്ലീഡിങ് സച്ച് ആസ് വിൽ ബി സീൻ ഇൻ ടൈഫോയിഡ് സ്റ്റേറ്റ്സ് ഉണ്ട്. അപ്പോൾ ടൈഫോയിഡ് സ്റ്റേറ്റിൽ പൊതുവെ ഉള്ളതാണത്. where the whole mouth is dry and brown. ആ ഒരു അവസ്ഥയിൽ വായ മുഴുവൻ വരണ്ടിരിക്കും, തവിട്ട് നിറത്തിരിക്കും, ക്രാക്ഡ് ആവും, വിണ്ട് കീറും, പാർച്ച്ഡ് ആൻഡ് ബ്ലീഡിങ്, വല്ലാതെ വരണ്ട് രക്തം ഒലിക്കുന്നൊരവസ്ഥ. ഡ്രൈ ബ്രൗൺ ടങ്, നാവ് ഡ്രൈ ആയിട്ട് വരണ്ടിട്ട് തവിട്ട് നിറത്തിലിരിക്കുന്ന നാവ്. സോർനെസ് ഓൺ ദ ടീത്ത്, ഇത് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. പല്ലുകളിൽ ഒരു ദീർഘകാലം ഒരു അസുഖം ബാധിച്ചു കഴിയുമ്പോൾ പല്ലുകളുടെ അഗ്രഭാഗത്ത് ഇങ്ങനെ ക്രസ്റ്റ് പോലെ, ഒരു പൊട്ട പോലെ ബ്രൗൺ കളറിൽ വരും. അപ്പോൾ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പുഴുപ്പല്ലെന്ന് പറയില്ലേ, പുഴുപ്പല്ലെന്ന് പറയും. ഇപ്പോൾ ഈ അടുത്ത കാലത്തും ഒരു കുട്ടിയിൽ ഞാനത് കാണാനുണ്ടായി. ആ കുട്ടിക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണെങ്കിൽ കോവിഡിന് ശേഷമാണെന്ന് തോന്നുന്നു, ലോക്ക്ഡൗണൊക്കെ അതിൻ്റെ കഴിയുന്ന സമയത്ത് ന്യൂമോണിയ വന്ന് വളരെ ശക്തമായ രീതിയിൽ വന്ന് അവർ കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിരുന്നു ആ കുട്ടി. അന്നേരം ഒരു 13-14 ആ ഒരു പ്രായമുള്ള സമയത്ത്. ആ കുട്ടിക്ക് ഇപ്പോഴും അതുണ്ട്.
ഞാൻ ഈ കുറച്ച് ഒരു 2-3 ആഴ്ച മുമ്പ് ആ കുട്ടിയെ ഞാൻ കണ്ടു. എൻ്റെ സുഹൃത്തിൻ്റെ മകളാണ്. ഈ പല്ലുകളിൽ കണ്ടു കഴിഞ്ഞാൽ ദ്രവിച്ചു പോയ പോലെ തോന്നും. ആ കുട്ടിയുടെ അച്ഛൻ അന്ന് എന്നോട് പറഞ്ഞിരുന്നു, ഈ ന്യൂമോണിയ അത്രയ്ക്ക് ശക്തമായിട്ട് പല്ലുകളെല്ലാം കറുത്തു പോയെന്നാണ് പറഞ്ഞത്, ഡാർക്ക് കളർ. അതാണ് ഈ പറയുന്നത് സോർഡസ് ഓൺ ദ ടീത്ത്. പഴകിയ പല രോഗങ്ങൾ കൊണ്ടും ടൈഫോയിഡ് കൊണ്ടുണ്ടാകാം, ന്യൂമോണിയ കൊണ്ടാകുന്ന പഴകിയ രോഗങ്ങളുണ്ടാകാം. ഇൻ ഓറം ട്രൈഫ് ദർ ഇസ് മാർക്ഡ് പിക്കിംഗ് ഓഫ് നോസ് ആൻഡ് ലിപ്സ്. ദ പിക്ക് ആൻഡ് പിക്ക് ആൻഡ് ബോർ ദ ഫിംഗർ ഇൻ ടു ദ നോസ്. ഇത് ഓറം ട്രൈഫിൽ ഈ മൂക്ക് ഇങ്ങനെ നുള്ളല്, മൂക്കിൽ നിന്നുള്ള ഈ ഉണങ്ങിയിരിക്കുന്ന മ്യൂക്കസൊക്കെ ഇങ്ങനെ പൊളിച്ചെടുക്കൽ, എന്തെങ്കിലും പൊട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ ബ്ലീഡിങ് ഉണ്ടായി പൊട്ട പിടിച്ച് അതൊക്കെ പൊളിച്ചെടുക്കൽ, അങ്ങനെ വിരലിട്ടിട്ട് ബോറിങ് ഓഫ് ന്യൂസ്, മൂക്കിനുള്ളിലേക്ക് ഇങ്ങനെ വിരലിടുന്നത് കുട്ടികളിൽ സാധാരണ കാണുന്നതാണത്. ഓറം ട്രൈഫിൽ അത് ശക്തമായിട്ടുണ്ട്. ബ്രയോണിൻ്റെ കാര്യത്തിൽ ചുണ്ടുകളിൽ ഇങ്ങനെ പിക്ക് ചെയ്ത് ആ വരണ്ട തൊലി കളയാനുള്ള ടെൻഡൻസി. ബ്രയോണിയ ഹാസ് ടൂത്ത് ഏക്ക് വേഴ്സ് ഫ്രം വാംത്ത്. ബ്രയോണിയിലുള്ള പല്ലുവേദന ചൂട് കൊണ്ട് വർദ്ധിക്കും. ടിയറിങ് സ്റ്റിച്ചിങ് ടൂത്ത് ഏക്ക് വൈൽ ഈറ്റിംഗ്. തിന്നുന്ന സമയത്ത്, ആഹാരം കഴിക്കുന്ന സമയത്ത് വല്ലാതെ ഇങ്ങനെ പറിച്ചു കീറുന്ന പോലെ, കുത്തുന്ന പോലുള്ള പല്ലുവേദന. പ്രൂറക്കൊട്ടിരിക്കുക. ഫ്രം വാം ഡ്രിങ്ക്സ്, ഫ്രം വാം ഫുഡ്, വേഴ്സ് ഇൻ എ വാം റൂം, വാണ്ട്സ് കോൾഡ് ഫുഡ് ഇൻ ദ മൗത്ത്, വാണ്ട്സ് ടു ബി ഇൻ കോൾഡ് എയർ, ബട്ട് വേഴ്സ് ഫ്രം മോഷൻ. അപ്പോൾ ബ്രയോയുടെ ജനറൽ കണ്ടീഷനുമായിട്ട് ചേർന്ന് വരുന്ന കാര്യങ്ങളാണ്. ചൂട് ഉള്ള ആഹാരം, പാനീയം അതിൽ നിന്നും വർദ്ധിക്കുന്നു. തണുപ്പാണെങ്കിൽ അതുകൊണ്ട് ആശ്വാസമുണ്ട്. തണുത്ത വെള്ളമോ തണുത്ത ആഹാരമോ വായി കൊണ്ടു കഴിഞ്ഞാൽ ആശ്വാസമുണ്ട്. അനങ്ങാതിരുന്ന ആശ്വാസമുണ്ട്. ചലിച്ചു കഴിഞ്ഞാൽ വർദ്ധിക്കും. ടൂത്ത് ഏക്ക് അമീലറേറ്റഡ് ബൈ കോൾഡ് വാട്ടർ ഓർ ലൈയിങ് ഓൺ പെയിൻഫുൾ സൈഡ്. ഒരു പ്രോറെ കൊണ്ടിരിക്കുന്നത് തണുത്ത വെള്ളം കൊണ്ട് പല്ലുവേദന കുറയുന്നു, വേദനയുള്ള വശം ചേർന്ന് കിടക്കുന്നതുകൊണ്ട് കുറയുന്നു. ഇപ്പോൾ ഒരു പ്രഷർ കിട്ടും, നേരത്തെ പറഞ്ഞു പ്രഷർ കൊണ്ടുള്ള അമീലറേഷൻ ഉണ്ട്. പ്രസിങ് ഹാർഡ് അപ്പോൺ ദ പെയിൻഫുൾ ടൂത്ത് അമീലറേറ്റ്. പല്ലുവേദനയുള്ള ഭാഗത്ത് ചിലർ കണ്ടില്ല, ഇങ്ങനെ വല്ലാതെ അമർത്തി പിടിക്കുമ്പോൾ റിലീഫ്, വല്ലാതെ അമർത്തുമ്പോൾ. ഇനിയും ഒരു പ്ലൂറ കോട്ടിരിക്കുകയാണ്. ടൂത്ത് ഏക്ക് അഗ്രിവേറ്റ് ഫ്രം സ്മോക്കിംഗ്. പുകവലിക്കുമ്പോൾ കൂടും, അത് ചൂട് കൊണ്ടാണ്. ഇനിയൊരു പൊതു തത്വം പറയാണ് എൻ്റെ. യു സീ ഹൗ ദ റിലീഫ് ഫ്രം കോൾഡ് ആൻഡ് അഗ്രിവേഷൻ ഫ്രം ഹീറ്റ് ഗോ എലോങ് വിത്ത് അസ്. വി ഷാൽ കീപ് റീട്രേറ്റിംഗ് ദീസ് മൊഡാലിറ്റീസ് ദാറ്റ് എഫക്ട്സ് ദ പേഷ്യൻറ്റ് ആസ് എ ജനറൽ സ്റ്റേറ്റ്. അപ്പോൾ രോഗിയുടെ ഒരു പൊതു അവസ്ഥയെ മോഡിഫൈ ചെയ്യുന്ന ഈ ചില കാര്യങ്ങൾ, അതായത് തണുപ്പ് കൊണ്ടുള്ള ശമനം, ചൂട് കൊണ്ടുള്ള വർധനവ്, ചലനം കൊണ്ടുള്ള വർധനവ്, റെസ്റ്റ് കൊണ്ടുള്ള ശമനം, ഈ കാര്യങ്ങൾ നമ്മളിപ്പോൾ ബ്രയോണിയിൽ പറഞ്ഞു പോകുമ്പോൾ ഓരോ പർട്ടിക്കുലറിനെ കുറിച്ച് പറയുമ്പോൾ പോലും അതിങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെ അതിനെ റീട്രേറ്റ് ചെയ്യണം, വീണ്ടും ഊട്ടിയുറപ്പിക്കുക എന്ന് പറയില്ലേ, ആവർത്തിച്ച് ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയും ചില മൊഡാലിറ്റീസിന്. ഏത് അവയവത്തെക്കുറിച്ച് പറയുമ്പോഴും ആ മൊഡാലിറ്റി കടന്നു വരുന്നു. ആൻഡ് വി ഷാൽ സീ ആസ് വി ഗോ ത്രൂ ദാറ്റ് നിയർലി ഓൾ ഹിസ് സിംറ്റംസ് ആർ വേഴ്സ് ഫ്രം മോഷൻ, വേഴ്സ് ഫ്രം ഹീറ്റ് എക്സെട്ര. അപ്പോൾ ഇങ്ങനെയാണ് പോകുമ്പോൾ അയാളുടെ ലക്ഷണങ്ങളെല്ലാം ഏത് അവയവത്തിൽ ഏത് പർട്ടിക്കുലർ സിംറ്റം ആയാലും ഈ ഒരു വേഴ്സ് ഫ്രം മോഷൻ, വേഴ്സ് ഫ്രം ഹീറ്റ് എന്ന് പറയുന്ന മൊഡാലിറ്റി ഇങ്ങനെ ആവർത്തിച്ച് അതിൻ്റെ റീട്രേറ്റ് ചെയ്ത് വരികയാണ്, ആവർത്തിച്ച് ഉറപ്പിച്ചുകൊണ്ടിരിക്കുക. ഹി കീപ്സ് ഓൺ ടെല്ലിങ് us they are better from pressure in each region we go over. ഏത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെക്കുറിച്ച് പറയുമ്പോഴും പ്രഷർ കൊണ്ട്, സമ്മർദ്ദം ചെലുത്തുന്നതുകൊണ്ട്, അമർത്തി പിടിക്കുന്നതുകൊണ്ട് മെച്ചമെന്ന് പറയുക. അണ്ടിൽ ഫൈനലി വി കം ടു ദ കൺക്ലൂഷൻ ദാറ്റ് ദേ ആർ ജനറൽ. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ അത് അയാളുടെ ജനറൽ സ്റ്റേറ്റായിട്ട് മാറുന്നു. ഓരോ അവയവത്തിനുള്ള മൊഡാലിറ്റീനെ നമ്മൾ ജനറൽ കണ്ടീഷൻ എന്ന് പറയില്ല. പക്ഷേ എല്ലായിടത്തും, എല്ലാ റീജിയനിലും, ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ മൊഡാലിറ്റി ആവർത്തിച്ച് വന്നാലോ ആ ഒരു മൊഡാലിറ്റി, ഒരു പർട്ടിക്കുലറിൻ്റെ മൊഡാലിറ്റി ആ പേഷ്യൻ്റെ ഒരു ജനറൽ കണ്ടീഷനായിട്ട് മാറുക. ആ ഒരു പരിണാമമാണ് കാണുന്നത്. വി മേ ഹാവ് ഇൻ 2 റെമഡീസ്
the same set of symptoms, and yet they are all made worse from the opposite things. രണ്ട് ഔഷധങ്ങൾ ഒരേപോലുള്ള ലക്ഷണങ്ങൾ, പല്ലുവേദന, വരണ്ട ചുണ്ട്, വീർത്ത് കെട്ടിയ മുഖം, ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ രണ്ട് ഔഷധങ്ങളിൽ കാണുന്നു. പക്ഷേ രണ്ടിൻ്റെയും മൊഡാലിറ്റി നോക്കുമ്പോൾ പരസ്പര വിരുദ്ധമാണ്. ഒന്ന് ചൂടുകൊണ്ട് വർദ്ധിക്കുന്നു, മറ്റേത് തണുപ്പുകൊണ്ട് വർദ്ധിക്കുന്നു. ഒന്ന് തണുപ്പുകൊണ്ട് കുറയുന്നു, മറ്റേത് തണുപ്പുകൊണ്ട് വർദ്ധിക്കുന്നു. ഒന്ന് ചലനം കൊണ്ട് വർദ്ധിക്കുന്നു, ഒന്ന് ചലനം കൊണ്ട് കുറയുന്നു. സിംപ്റ്റംസ് എല്ലാം ഒന്ന് തന്നെ, പക്ഷേ മൊഡാലിറ്റിയുടെ കാര്യത്തിൽ വ്യത്യാസം. അങ്ങനെ വരുമ്പോൾ ഔഷധവും വ്യത്യാസപ്പെടും. അത് ഹോമിയോപ്പതിയുടെ മഹത്വമാണത്. മറ്റ് ചികിത്സാശാസ്ത്രങ്ങൾക്ക് ഈ ഇത്തരം മൊഡാലിറ്റീസിനെ കണക്കിലെടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെയൊക്കെ അനുഭവത്തിൽ അങ്ങനത്തെ ഒരു സംഭവമില്ല. ഒരു രോഗിയുടെ പ്രയാസങ്ങളെ അതിൻ്റെ തനിമയോടുകൂടി ആസ് ഇറ്റ് ഈസ്, രോഗിയുടെ സഹനത്തെ അതേപടി ഉൾക്കൊള്ളാനും അതിനനുസരിച്ചൊരു ഔഷധം കൊടുക്കാൻ സാധിക്കുക എന്ന് പറയുമ്പോൾ അതാണ് ഹോമിയോപ്പതി ശാസ്ത്രീയത. ഒരു രോഗിയിലുണ്ടാകുന്ന ഒരവസ്ഥ, അതാരും ഉണ്ടാക്കിയതല്ല. ഒരു പല്ലുവേദന വന്നു, തലവേദന വന്നു, ടൈഫോയിഡ് വന്നു, അത് രോഗിയിൽ വന്നതാണ്. അതിനെ അതേപടി അതിൻ്റെ എല്ലാവിധ സവിശേഷതകളും കൂടി ഉൾക്കൊണ്ട് അതിന് സമാനമായ ഒരു ഔഷധം കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് അതല്ലേ ഹോമിയോപ്പതിയുടെ ശാസ്ത്രീയത. ശാസ്ത്രം എന്ന് പറയുന്നത് എന്താ? യാഥാർത്ഥ്യങ്ങളെ, വസ്തുതകളെ, പ്രപഞ്ചത്തിലെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളെ വിശദീകരിക്കുകയും അതിനെ ഡീൽ ചെയ്യുകയും ചെയ്യുന്നതാണ് ശാസ്ത്രം. അപ്പോൾ ഒരു രോഗിയുടെ സഹനങ്ങളെ, രോഗിയുടെ പ്രശ്നങ്ങളെ അതിൻ്റെ സമഗ്രതയിൽ, പൂർണ്ണതയിൽ ഉൾക്കൊണ്ട് ഒരു ഔഷധം കൊടുത്ത് ശമിപ്പിക്കാൻ പറ്റുമെന്ന് പറയുന്നത് അതാണ് ഹോമിയോപ്പതി ശാസ്ത്രം. അല്ലാതെ ഹോമിയോപ്പതിയുടെ ശാസ്ത്രീയത തേടി പൊട്ടൻസീസിലെ കണങ്ങളുടെയും കണികകളുടെയും ഒക്കെ പിന്നാലെ പോകുന്നതല്ല ശാസ്ത്രീയത. അതൊക്കെ വെറുതെ വ്യർത്ഥമായ പരിശ്രമങ്ങളാണ്. ഇത്തരം കാര്യങ്ങൾ ഇപ്പം ഈ കെൻറ്റ് പറഞ്ഞ കാര്യം തന്നെ ഹോമിയോപ്പതി ശാസ്ത്രീയതയുടെ ഒരു തെളിവാണത്. അങ്ങനെ വേണം നമ്മൾ ഹോമിയോപ്പതി സമീപിക്കാനും ഹോമിയോപ്പതിയുടെ മഹത്വത്തെ നമ്മൾ മനസ്സിലാക്കാനും. മനസ്സിലാക്കിയാൽ പോരാ, പഠിച്ച് നിങ്ങൾ ഭാവി പ്രാക്ടീസിൽ പ്രയോഗിക്കുകയും വേണം. നിങ്ങളുടെ ചികിത്സ 100% ശാസ്ത്രീയമാണ്. നിങ്ങളുടെ ഹോമിയോപ്പതി ഔഷധങ്ങൾ 100% ശാസ്ത്രീയമാണ്. നിങ്ങളുടെ ചികിത്സാരീതി, നിങ്ങളുടെ രോഗശമനം എല്ലാം 100% ശാസ്ത്രീയമാണ്. ആ ശാസ്ത്രീയ തെളിവുകൾ തേടേണ്ടത് ഇത്തരം ആ സ്വാഭാവിക പ്രതിഭാസങ്ങളോട് ഹോമിയോപ്പതി എന്ന് പറയുന്ന ശാസ്ത്രം, ഹോമിയോപ്പതിയിലെ ഔഷധങ്ങൾ എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു എന്ന് വെച്ചുകൊണ്ടാണ്. അതിനെ നമ്മൾ മനസ്സിലാക്കുക, അതിൽ അഭിമാനിക്കണം. ഹോമിയോപ്പതി പഠിക്കുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതിലും നിങ്ങൾ ഓരോരുത്തരും അഭിമാനിക്കണം. ഇത്തരം കാര്യങ്ങൾ നോക്കുക. അഭിമാനിക്കാൻ ഇതിൽ വകയില്ലേ? ഒരേ ലക്ഷണങ്ങൾ രണ്ട് രോഗികൾ പറയുന്നു, ഒരേ ലക്ഷണങ്ങൾ, പക്ഷെ അതിൻ്റെ മൊഡാലിറ്റിയിൽ പരസ്പര വിരുദ്ധത. അപ്പോൾ നമുക്ക് വ്യത്യസ്തമായ ഔഷധങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നു. അപ്പോൾ അത്രയ്ക്ക് സൂക്ഷ്മമായിട്ട് ഒരു രോഗാവസ്ഥയെ പരിഗണിക്കാനും കൊടുക്കുക മാത്രമല്ല രോഗശമനവും കിട്ടുന്നു. അപ്പം അങ്ങനത്തെ ഒരു ചികിത്സാശാസ്ത്രത്തിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും നിങ്ങൾക്ക് അഭിമാനിക്കാവുന്നതാണ്. ഹോമിയോപ്പതിയുടെ വിദ്യാർത്ഥികളായതിലും ഹോമിയോപ്പതി പ്രാക്ടീഷണേഴ്സ് ആകുന്നതിലും നിങ്ങൾക്ക് എന്തുകൊണ്ടും അഭിമാനിക്കാം. ഈ പറയുന്ന കാര്യം തന്നെ അതിൻ്റെ ഒന്നാമത്തെ തെളിവാണ്. ദസ് യു സി മൊഡാലിറ്റീസ് ഇൻഡിക്കേറ്റ്സ് ആൻഡ് കോൺട്രാ ഇൻഡിക്കേറ്റ് റെമഡീസ്. റെമഡീസിൻ്റെ കാര്യത്തിൽ ഇൻഡിക്കേഷനും കോൺട്രാ ഇൻഡിക്കേഷനും മൊഡാലിറ്റി വഴി കിട്ടും. തണുപ്പ് കൊണ്ട് ശമിക്കുന്നു ഒരു ഇൻഡിക്കേഷനാകാം, തണുപ്പ് കൊണ്ട് വർദ്ധിക്കുന്നത് വേറൊരു ഇൻഡിക്കേഷനാകാം, തണുപ്പ് കൊണ്ട് ശമിക്കുന്നത് മറ്റേതിൽ കോൺട്രാ ഇൻഡിക്കേഷനാകാം. ദിസ് ഈസ് ദ സ്റ്റഡിങ് ഓഫ് റെമഡീസ് ബൈ ദിയർ മൊഡാലിറ്റീസ്. ഫോർ മൊഡാലിറ്റീസ് സംടൈംസ് കോൺസ്റ്റിറ്റ്യൂട്ട് സ്ട്രോങ് ജനറൽസ്. ഉണ്ടോ? ചില സമയത്ത് മൊഡാലിറ്റീസ് ശക്തമായൊരു ജനറലായിട്ട് മാറുന്നു, സ്ട്രോങ് ജനറൽ. ഈ സ്ട്രോങ് ജനറലാണ് നിങ്ങൾക്ക് വേണ്ടത്. ഒരു 4-5 സ്ട്രോങ് ജനറൽ ഒരു കേസിൽ നിങ്ങൾക്ക് കിട്ടിയാൽ അതിന് യോജിക്കുന്ന ഒരു ഔഷധം സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾ വിജയിച്ചു. നിങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞാൽ ആ രോഗിക്ക് പൂർണ്ണ രോഗശാന്തി കിട്ടിയെന്നർത്ഥം. ഇതാണ് ശാസ്ത്രീയ ചികിത്സ. ഹോമിയോപ്പതിയോളം വലിയൊരു ശാസ്ത്രീയ ചികിത്സ വേറെ ഇല്ല. ബ്രയോണിയെക്കുറിച്ച് കൂടുതൽ വിലപ്പെട്ട വിവരങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.